പത്രമാധ്യമങ്ങൾ ഒക്കെ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പത്രക്കുറിപ്പുകളിൽ നമുക്കറിയാൻ സാധിച്ചാൽ 9 പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് ഡോക്ടർ CJ റോയിയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്തു എന്നൊക്കെയുള്ള രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും കാരണം എന്തായിരിക്കും? ഇപ്പോൾ CJ റോയ് എന്ന് മാത്രമല്ല, ഏതൊരു ഹ്യൂമൻ ബീയിങ് ഈ ആത്മഹത്യ ചെയ്യണത് ഒരു ഇൻസിഡന്റില് അല്ല. ഒരു ഇൻസിഡന്റ് അതിന് കാരണമാകുന്നു എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഒരു വലിയ ചരിത്രം അതിന് പിന്നിലുണ്ടാവും. അത് കാണണമെന്നില്ല, അറിയപ്പെടണമെന്നില്ല. ഇതിപ്പോ ആത്മഹത്യാക്കുറിപ്പ് കിട്ടി എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു പ്രവണത നേരത്തെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ റെയ്ഡോ കാര്യങ്ങളോ EDയുടെ എൻക്വയറിയോ ഒന്നും ആകണമെന്ന് നിർബന്ധമില്ല. അവരുടെ കുടുംബം, സമൂഹം, ഇതിനു മുൻപ് കടന്നു പോകുന്ന വഴികൾ, ഇതെല്ലാം അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മളതിനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു മാനസികാവസ്ഥയുടെ കാരണം എന്തായിരിക്കും? എല്ലാ ഹ്യൂമൻ ബീയിങ്സും എത്ര ടോപ്പ് ലെവലിലുള്ളവരായിക്കോട്ടെ, എത്ര ബോട്ടം ലെവലിലുള്ളവരായിരിക്കോട്ടെ, മിഡിൽ ലെവലിലായിക്കോട്ടെ, ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും ഒരു വൾനറബിലിറ്റി ഉണ്ട്. അതിനെ നമുക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതില്ലെങ്കിൽ അത് മനുഷ്യനല്ല. അതിനെയാണ് ആ ഒരു വൾനറബിലിറ്റിയെ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുക ചെയ്യും. ഫാമിലി കോൺസെപ്റ്റിൽ നിന്നൊക്കെ ജെൻസി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അവര് മാറാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവരൊരു നല്ല മോഡൽ കാണണ്ടേ. നമസ്കാരം. ഇന്ന് നമ്മളുടെ അതിഥിയായിട്ടുള്ളത് പ്രശസ്ത സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ശ്രീമതി ആൽഫ മാത്യു ആണ്. മാഡം നമസ്കാരം. നമസ്കാരം. മാഡം, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ നേരിടുന്നൊരു പ്രശ്നമാണ് ആങ്സൈറ്റി, അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രവണത, ഇങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ എന്താണ് ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം? എന്താണ് ഇത്ര ആങ്സൈറ്റി വർദ്ധിക്കാനും ആത്മഹത്യാ പ്രവണതയൊക്കെ നമ്മുടെ സമൂഹത്തിൽ കൂടാനുള്ള ഒരു കാരണം എന്താണ്? അതിന് പെട്ടെന്ന് ഒരൊറ്റ കാരണം കൊണ്ട് ആങ്സൈറ്റി കൂടുന്നോന്നോ ഡിപ്രഷൻ കൂടുന്നോന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു റീസൺ ചൈൽഡ്ഹുഡ് മുതൽ, ഒരു മനുഷ്യൻ്റെ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഒരു ബർത്ത് മുതൽ അല്ലെങ്കിൽ വൂമ്പ് മുതൽ ഒരു 3 years കൊണ്ട് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി രൂപപ്പെടും, അതിൻ്റെ ഒരു ഫ്രെയിം ആവും. അപ്പോൾ ആ ഒരു കാലഘട്ടം ഏറ്റവും ഡിറ്റർമൈൻഡാണ്. ആ കാലഘട്ടത്തിൽ കിട്ടുന്ന മുറിവുകൾ അല്ലെങ്കിൽ അൺഹീൽഡ് ആയിട്ട് കിടക്കുന്ന വൂൺസ്, അത് മനുഷ്യനിൽ ഇങ്ങനെ സെറ്റിലായിട്ട് കിടക്കും. അത് എപ്പോഴും പുറത്തു വരണമെന്നില്ല. അത് ഡ്യൂ കോസ് പല കാരണങ്ങൾ വരുമ്പോൾ, പല സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത് പുറത്തേക്ക് ആങ്സൈറ്റി ആയിട്ടും പല മെൻ്റൽ ഡിസോർഡേഴ്സായിട്ടും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സൊക്കെ ആയിട്ട് പരിണമിക്കും. ആദ്യം പല മെൻ്റൽ ഡിസോർഡേഴ്സും തുടങ്ങുന്ന ഒരു ആങ്സൈറ്റിയുടെ ലെവലിലായിരിക്കും. ആ സമയത്ത് തന്നെ അതിനെ സൈക്കോളജിക്കലി ഡീൽ ചെയ്യാൻ പറ്റിയാൽ പല വലിയ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാകും. പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത് അതൊരു രോഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ പല ഇതുപോലെ ആങ്സൈറ്റി, ഡിപ്രഷൻ മുതലായവയുമായിട്ട് ചേർന്നാണ് ഇത് നിൽക്കുന്നത്. അതുമായിട്ട് കണക്ട് ചെയ്താണ് ഈ ആത്മഹത്യാ പ്രവണത വരുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളുടെ ഇപ്പോഴത്തെ കുട്ടികളിൽ ഈ പേടി, ഭയം ഇതൊക്കെ കൂടുതലായിട്ട് ഉണ്ട്. അതിനൊരു കാരണം എന്തായിരിക്കും? ഫിയർ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഒരു ചൈൽഡ്ഹുഡ്, ആ സമയത്ത് അറിഞ്ഞോ അറിയാതെയോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭയം അതൊരു വലിയ ഫാക്ടറാണ്. നമ്മൾ പോലും അറിയാതെ, ഫോർ എക്സാമ്പിൾ കോക്കാച്ചി വരും, അല്ലെങ്കിൽ പ്രേതമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ നമ്മൾ ഭയപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ അത് ആരെയും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അവർക്കും അത്രേ അറിവുള്ളൂ. അവരൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. അപ്പോഴും ഇത് ഈ കുഞ്ഞുങ്ങളുടെ ടെൻഡർ നെർവ്സാണ്. അതിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറമാണ്. അത് ലൈഫ് ലോങ് നമ്മൾ ആ ഏജിൽ കൊടുക്കുന്നത് അവരിൽ കിടക്കും. അത് പല സമയത്തായിരിക്കും പിന്നീട് അത് പുറത്തു വരുന്നത്. ചിലരുടെ വൂൺസും ചിലരുടെ ചില ഫീലിങ്സും ഒക്കെ മെല്ലെ അത് ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ഹീലാവും. എല്ലാം ആകണമെന്ന് നിർബന്ധമില്ല. ഞാൻ കാര്യം ചോദിക്കട്ടെ, കാരണം വെച്ചാൽ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും മേഡത്തെ നേരിട്ട് വന്ന് കാണാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു, കൊലപാതകമാണ് എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇന്നിപ്പം പത്രമാധ്യമങ്ങൾ ഒക്കെ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പത്രക്കുറിപ്പുകളിൽ നമുക്കറിയാൻ സാധിച്ചാൽ 9 പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് ഡോക്ടർ CJ റോയിയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്തു എന്നൊക്കെയുള്ള രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും കാരണം എന്തായിരിക്കും? ഇപ്പോൾ CJ റോയ് എന്ന് മാത്രമല്ല, ഏതൊരു ഹ്യൂമൻ ബീയിങ് ഈ ആത്മഹത്യ ചെയ്യണത് ഒരു ഇൻസിഡന്റില് അല്ല. ഒരു ഇൻസിഡന്റ് അതിന് കാരണമാകുന്നു എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അതിന് പിന്നിൽ ഒരു ഹിസ്റ്ററി ഉണ്ടാവും, ഒരു വലിയ ചരിത്രം അതിന് പിന്നിലുണ്ടാവും. അത് കാണണമെന്നില്ല, അറിയപ്പെടണമെന്നില്ല. ഇതിപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് കിട്ടി എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഇത് ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു പ്രവണത നേരത്തെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പം ആദ്യമൊക്കെ ഈ ഇൻസിഡന്റ് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊരു ഉണ്ടായ ഒരു പ്രകോപനത്തിന്റെ അല്ലെങ്കിൽ ഒരു മാനസികമായ ഒരു സ്ട്രെസ്സിന്റെ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഔട്ട്ബസ്റ്റിന്റെ ഫലമായിട്ടാണെന്നാണ് നമ്മൾ അന്നേരം വിചാരിക്കുകയുള്ളൂ. പക്ഷെ അപ്പോഴും ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ, ഒരു മനഃശാസ്ത്രപരം ഡീൽ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമുക്ക് അപ്പോഴും അറിയാം ഇത് ഒരു നിമിഷം കൊണ്ടോ ഒരു ഇൻസിഡന്റ് കൊണ്ടോ ഉണ്ടാകുന്ന കാര്യമല്ല. ഇതിനു മുമ്പ് തന്നെ ഉറപ്പിച്ചിരുന്നു ഈ CJ റോയ് ആത്മഹത്യ ചെയ്യണമെന്ന്, അല്ലെ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോഴും അവിടെയും പല ചാൻസസും ഉള്ളത് കൊണ്ട് നമുക്ക് അതിനകത്തൊന്നും ഒരു ആധികാരികമായിട്ട് ഇന്നതാണോ എന്ന് ഉറപ്പിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. നമുക്കത് കൂടാതെ തന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഇപ്പോൾ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പണ്ടത്തെ ചില കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിനെ ഇട്ട് ഇങ്ങനെ വേട്ടയാടുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ആദ്യം അവിടുത്തെ ജീവനക്കാരനായിരുന്നു. അവിടെ ചില പ്രശ്നങ്ങൾ അദ്ദേഹം വഴി ഉണ്ടായി. അതിനുശേഷം ആ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണം ഇദ്ദേഹമാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ വാർത്തകളെല്ലാം നമുക്കത് സ്ഥിരീകരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമുക്ക് നേരിട്ടറിയാം എന്ന് കരുതുക. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു കുറ്റബോധം അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടാവുമോ? തീർച്ചയായിട്ടും. ഹ്യൂമൻ ബീയിങ് അല്ലേ, ഉണ്ടായിരിക്കാം. നമുക്ക് ഉണ്ട് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, എങ്കിലും സാധ്യതകളുണ്ട്. അത് മാത്രമായിരിക്കണമെന്നുമില്ല. പിന്നെ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് എപ്പോഴാണ്? വേറെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കണതാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടാകുമ്പോഴാണല്ലോ. അത് ഈ സംഭവമോ ഈ റെയ്ഡോ കാര്യങ്ങളോ EDയുടെ എൻക്വയറിയോ ഒന്നും ആകണമെന്ന് നിർബന്ധമില്ല. അവരുടെ കുടുംബം, സമൂഹം, ഇതിനു മുൻപ് കടന്നു പോകുന്ന വഴികൾ, ഇതെല്ലാം അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ തന്റെ ആ ഒരു കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ആ ഒരു പ്രശസ്തി അല്ലെങ്കിൽ അഭിമാനം, ഇമേജ് അതൊക്കെ നശിക്കുമെന്നൊരു തോന്നല് ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവുമോ? ഉണ്ടാകാമല്ലോ, തീർച്ചയായിട്ടും. അതിനോടൊക്കെയുള്ളൊരു ഭയം വരുമല്ലോ. സമൂഹം എങ്ങനെ കാണും, പിന്നെ മീഡിയാസിന്റെ ഒരു വേട്ടയാടൽ, അങ്ങനെ പല പല ഫിയറും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇത് പ്രീ ഡിറ്റർമൈൻഡ് ആവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതൊക്കെ ആ ഒരു സെക്കൻഡിൽ വരുന്ന തോട്ട്സ് ആണല്ലോ. അതൊരു സീരിയസ് ആയിട്ട് പല വഴിക്ക് സ്ട്രെസ്സും അതുപോലെ ആ ഒരു തോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, ഓരോരുത്തരുടെയും ജീവിതം അവന്റെ അവകാശം കൂടിയാണ്. അപ്പോൾ അവന്റെ ജീവിതത്തെ അവന് തന്നെ ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അയാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മറ്റു ചില ആളുകൾ കൂടി ഉണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ബിസിനസ്മാൻമാരിൽ കൂടുതലായിട്ട് ഇപ്പം നമ്മൾ കഫേ കോഫി ഡേയുടെ ഉടമസ്ഥൻ പുഴയിൽ ചാടി മരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് തന്നെ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴാണ് കഫേ കോഫി ഡേ പുഴയിൽ ചാടി മരിക്കുന്നത്. പക്ഷെ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ വലിയ രീതിയിൽ കഫേ കോഫി ഡേ തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ എല്ലാ പ്രതീക്ഷകളും നശിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു മനഃശാസ്ത്രപരമായിട്ട് ഇവരെ എങ്ങനെയാണ് നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റുക? ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അവരെന്താണ് അതിനൊരു മുൻകരുതൽ എടുക്കേണ്ടത്? ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ ഒരു പ്രവണത ഉടലെടുക്കുമ്പോൾ മുതൽ അവർ അതിൻ്റെ ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു സ്കൂൾ കുട്ടിയാണെങ്കിൽ അവൻ്റെ ബുക്സിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, ചുവരിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ജീവിതം മടുത്തു, ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിഗ് ഷോട്ട് ആണെങ്കിൽ അവരതിൻ്റേതായ സിഗ്നൽസ് കൊടുത്തിട്ടുണ്ടാവും. അവരുടെ ഫാമിലിയിലോ സൊസൈറ്റിയിലോ അവരായിരിക്കുന്ന ആ ഒരു മേഖലകളിലൊക്കെ ആ ഒരു സിഗ്നൽസ് പോകും. അത് ഉറപ്പാത്. അപ്പം അതിനെ കണ്ടെത്താനും അതിനെ കണ്ടെത്താൻ എന്നുള്ളതിനേക്കാൾ ഉപരി അതിനെ മനസ്സിലാക്കാനും ആ സമയത്തൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ
ഒരു പരിധിവരെ ഇത് ഒഴിവാകും. എനിക്ക് തോന്നുന്നു മറ്റേ ഈ ഒരുപാട് ബിസിനസ്സുകാർ ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ CJ റോയുടെ മരണം EDയുടെയും ഇൻകം ടാക്സിന്റെ ഒക്കെ പ്രഷറാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ ഈ EDയുടെയും ITയുടെയും ഒക്കെ ഒരു പ്രഷർ വരുന്ന സമയത്ത് പല ബിസിനസ്സുകാർ ഈ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്ന ഓരോ ആളുകളെയും നോക്കുമ്പോൾ അതിനേക്കാൾ വളരെയധികം ടോർച്ചേർഡ് ആയിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നില്ല. ഇവരെന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇവരിൽ അതിനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇപ്പൊ മരിച്ച ഒരാളോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇനിയുള്ള സമൂഹത്തില് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്, ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവരൊരു ഹെൽപ്പ് എടുക്കുക, അവരുടെ മെന്റൽ ഹെൽത്തിനെ ഓർഡറിലാക്കുക. അതൊരു വലിയ കാര്യം. അത് ചിലപ്പോൾ അവർക്ക് തന്നെ ചെയ്യാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല, കാരണം അവർ ഓൾറെഡി പെട്ട് കിടക്കുക അതിൽ. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ഇത് മനസ്സിലാക്കുന്ന ആളുകൾ അവരെ ആ ഒരു ലെവലിൽ കാണുകയും അവരെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരെ കൊണ്ട് ഗുളിക കൊടുക്കുക എന്നുള്ളതല്ല, ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് എടുക്കുക. അവരെ തീർച്ചയായിട്ടും അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പറ്റും. പലപ്പോഴും ഇങ്ങനെയുള്ള വലിയ വലിയ ബിസിനസ്സുകാർക്ക് നല്ലൊരു സുഹൃത്തുണ്ടാവത്തില്ല. ഈ ഒരു സുഹൃത്തിന്റെ കുറവ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നയിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾക്ക് എല്ലാം തുറന്നു പറയാൻ, അത് കോൺഫിഡൻഷ്യലായിട്ട് പറയാൻ, ആ പറയുന്നതിനെ മനസ്സിലാക്കാൻ ഒരാളുണ്ട് എന്നുള്ളതാണ് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഞങ്ങളൊക്കെ കൗൺസിലിങ്ങിൽ കൊടുക്കുന്നത് അത് തന്നെയാണ്. ആ ഒരു ട്രസ്റ്റ്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു മനസ്സിലാക്കൽ, അത് അവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തന്നെ ഒത്തിരി അവരുടെ വേദനകളും പ്രശ്നങ്ങളും ഹീൽഡ് ആവും. അതാണ് നമ്മൾ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. അത് തന്നെയാണ്. ഒരു നല്ല കൗൺസിലർ ഉണ്ടെങ്കിൽ, ഒരു സുഹൃത്തെന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അപ്പോഴും ഒരു സുഹൃത്തിന് പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ റോൾ ഒത്തിരി വലുതാണ്. എന്നിരുന്നാലും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒരു കൗൺസിലറിൻ്റെ അടുത്തോ കൊണ്ടുപോകുക എന്നുള്ളത് ആ വ്യക്തിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു. ഈ ഒരു സൈക്കോളജിസ്റ്റിനെ ഒക്കെ എടുത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നാട്ടുകാർ വട്ടൻ എന്ന് വിളിക്കുന്നുള്ളൊരു പേടി നമ്മുടെ പൊതുസമൂഹത്തിനുണ്ടോന്നൊരു സംശയമുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ സൊസൈറ്റിയിലുള്ള ഒരു സ്റ്റിഗ്മയാണത്. എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. 100 കണക്കിന് കേസുകൾ നമ്മളുടെ അടുത്ത് വരുന്നതിൽ, പ്രത്യേകിച്ച് ഈ അഡോളസെന്റ് ഏജിലുള്ള കുട്ടികളൊക്കെ മാതാപിതാക്കളോട് എനിക്ക് കൗൺസിലിംഗ് വേണം എന്ന് പറയുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ മാതാപിതാക്കള് സമ്മതിക്കാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു ഫിയറാണ്. ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയാൽ എൻ്റെ കുട്ടിക്ക് എന്തോ മാനസിക രോഗമാണെന്നുള്ള ഒരു ലേബൽ വരും എന്നുള്ള ഒരു ഫിയർ ഉണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നവരെ ഞങ്ങൾ ഒരിക്കലും ലേബൽ ചെയ്യുന്നില്ല. ഞങ്ങളുടെ സെന്ററിൽ ഒരിക്കലും ഒരാളെ ഇന്ന രോഗം എന്ന് പറഞ്ഞിട്ട് ലേബൽ ചെയ്യുന്നതേ ഇല്ല. നമ്മൾ അവരെ എന്താണോ അവരുടെ ഒരു ബുദ്ധിമുട്ട് അതിൽ നിന്ന് നമ്മൾ കരകയറ്റി എടുക്കുക ചെയ്യുന്നത്. സൊസൈറ്റിയുടെ ഈ സ്റ്റിഗ്മ, അത് നിങ്ങളെ പോലെ ഉള്ളവരൊക്കെ ശരിക്കും ഒരു സൊസൈറ്റിക്ക് കൊടുക്കേണ്ട ഒരു അവയർനെസ്സാണ്. ഇപ്പോൾ കുറച്ചുകൂടി ജെൻസി എന്ന് പറയുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആ കുട്ടികൾ, അവർ കുറച്ചും കൂടെ ഓപ്പണാ തെറാപ്പിക്കും കൗൺസിലിങ്ങിനും ഒക്കെ. പക്ഷേ കുറച്ചുകൂടെ ബാക്കിലേക്ക് പോയാൽ, ഒരു ജനറേഷൻ പിന്നോട്ട് പോകുമ്പോൾ അവരതിനെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇത് തന്നെയാണ്, ഒരു ലേബലിംഗ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സെന്ററിൽ ഒരു ബോർഡ് പോലും വെക്കാതിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ ജെൻസിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ജെൻസിയൊക്കെ ടോട്ടലി ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറിയിട്ടുണ്ട്. എനിക്കൊന്ന് ഈ ഫാമിലി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് തന്നെ മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ കൗൺസിലിങ്ങിന് വരുന്ന ആളുകളിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ സാധിച്ചില്ല? ഒരു ഫാമിലി കോൺസെപ്റ്റിൽ നിന്നൊക്കെ ജെൻസി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അവര് മാറാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവരൊരു നല്ല മോഡൽ കാണണ്ടേ. അവരുടെ പേരൻസിൽ നിന്ന്, അവരുടെ സുഹൃത്തുക്കളുടെ പേരൻസിൽ നിന്ന്, അല്ലെങ്കിൽ അവരായിരിക്കുന്ന സമൂഹത്തിൽ ഫാമിലി എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള, ഒരു സമാധാനമുള്ള ഒരു സൊസൈറ്റിയുടെ യൂണിറ്റ് ആണെന്ന് അവർക്ക് ബോധ്യം വരണ്ടേ. അതിന്റെ ഉത്തരവാദികൾ അവരല്ല ഒരിക്കലും. നമ്മുടെ ഒരു യൂറോപ്യൻ കൾച്ചറിലേക്കൊക്കെ നമ്മുടെ ഈ നാടും പോകുന്നതായിട്ട് ഉള്ള ഒരു സിംറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? യൂറോപ്യൻ കൾച്ചർ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയാസ് കൂടി, കുട്ടികൾക്ക് സൗകര്യങ്ങൾ കൂടി,
അപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസങ്ങളാണ്. നമ്മുടെ കൾച്ചർ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെതായ സൗകര്യങ്ങൾ കൂടിയല്ലോ. നമ്മളൊരു 20 വർഷം 30 വർഷം പിന്നില് ജീവിച്ച എൻ്റെയൊക്കെ കുട്ടിക്കാലം പോലെ അല്ല ഇപ്പോ. നമ്മളൊക്കെ തലപ്പന്ത് കളിച്ചും കുട്ടിയും കോലും കളിച്ചും ഒക്കെ ആ ഒരു സോഷ്യലൈസേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ അധികം ഒരു മുറിയിലേക്ക് ഒതുങ്ങി, അത് ഗാഡ്ഗറ്റ്സിലേക്ക് ഒതുങ്ങിപ്പോയി ജീവിതം. അപ്പൊ അവർക്ക് ഈ അവരുടെ ബന്ധം എന്ന് പറഞ്ഞാൽ ഈ ഫോണിലും സോഷ്യൽ മീഡിയ ത്രൂ ഉള്ള ബന്ധങ്ങളായി. ഒരു ഇൻ പേഴ്സൺ ആയിട്ടുള്ള ബന്ധങ്ങളുടെ ഒരു ഊഷ്മളതയൊക്കെ കുറഞ്ഞുപോയി കുട്ടികളിൽ. നമ്മൾ ഈ അക്കാഡമിക്കലി ഒരു കാര്യം നോക്കുന്ന സമയത്ത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, നമ്മളതിനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു മാനസികാവസ്ഥയുടെ കാരണം എന്തായിരിക്കും? എല്ലാ ഹ്യൂമൻ ബീയിങ്സും എത്ര ടോപ്പ് ലെവലിലുള്ളവരായിക്കോട്ടെ, എത്ര ബോട്ടം ലെവലിലുള്ളവരായിരിക്കോട്ടെ, മിഡിൽ ലെവലിലായിക്കോട്ടെ, ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും ഒരു വൾനറബിലിറ്റി ഉണ്ട്. അതിനെ നമുക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതില്ലെങ്കിൽ അത് മനുഷ്യനല്ല. അതിനെയാണ് ആ ഒരു വൾനറബിലിറ്റിയെ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുക ചെയ്യുന്നത്. അത് ആണാവാം പെണ്ണാവാം ചൂഷണം ചെയ്യപ്പെടുന്നത്, രണ്ടുമാകാം. അതിന് ജെൻഡർ ഒരു വിഷയമല്ല, അതൊരു മാനസിക അവസ്ഥയാണ്. ചൂഷണം ചെയ്യപ്പെടുന്നതും ഒരവസ്ഥയെപ്പെടുന്നതുകൊണ്ടാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. ചൂഷണം ചെയ്യപ്പെടുന്നവര് അതിനേക്കാളേറെ രോഗാവസ്ഥയാണ് അവരുടെ. അതിനെ അങ്ങനെയാണ് നമ്മൾക്ക് കാണാൻ പറ്റുള്ളൂ. ഈ പൊതുസമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും? പൊതുസമൂഹം അത് രണ്ട് രീതിയിലും എടുക്കാം. രണ്ടുപേരെയും സപ്പോർട്ട്. ഇപ്പൊ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ചിലരതിനെ അവരുടേതായ കാഴ്ചപ്പാടുകളിലൂടെയാണല്ലോ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ പല പെൺകുട്ടികൾക്കും വിവാഹത്തോടൊന്നും ഈ പറയുന്ന വലിയ രീതിയിലുള്ള ഒരു താല്പര്യങ്ങളൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പതുക്കെ വിവാഹം കഴിച്ചാൽ മതി എന്നൊക്കെയുള്ള രീതിയിലേക്ക് കാലം മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് പേരെ കൗൺസിൽ ചെയ്യുന്നതാണ്. അതെ അതെ, അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. കുടുംബം ആണ് ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ആണ് ഫാമിലി, കുടുംബം മനോഹരമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഈ കുട്ടിക്ക് കിട്ടണമല്ലോ. നല്ല ഉദാഹരണങ്ങൾ കിട്ടുന്നില്ല. അവരുടെ ഫാമിലിയിൽ നിന്നും ഉണ്ടാവില്ല, പുറത്തുനിന്നും ഉണ്ടാവില്ല, സോഷ്യൽ മീഡിയാസിലും എല്ലാം. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളിലൊക്കെ അടിച്ചമർത്തപ്പെടുന്ന ഒരു ഭാര്യയും ഡൊമിനേറ്റ് ചെയ്യുന്ന ഭർത്താവും ഒക്കെ അവരുടെ ഒരു കാഴ്ചപ്പാടായി. അതായി അവരുടെയൊക്കെ ഒരു ഉള്ളിന്റെ ബ്രെയിനിൽ ഫീഡ് ചെയ്യപ്പെട്ടേക്കുന്നത്. അതിന് കാരണങ്ങളുണ്ടാവും, അതിന് കുട്ടികളല്ല കാരണം. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു ഫാമിലി കോൺസെപ്റ്റിലേക്ക് ന്യൂജൻസിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ പാചകം ചെയ്യുകയാണെങ്കിൽ ഒരാൾ തേങ്ങ ചിരണ്ടിയാലും മറ്റേ ആൾ പച്ചക്കറി അരിയണം എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. തീർച്ചയായും അവരുടെ പൊതുവേ ഉള്ള കോൺസെപ്റ്റ് മാറി. അതുപോലെ തന്നെ ജെൻഡർ ഡിഫറൻസും ആ ഒരു വിഭാഗത്തിൽ മാറിയിട്ടുണ്ട്. പണ്ട് ഞാനൊക്കെ വിവാഹം ചെയ്തു വരുന്ന കാലത്ത് ഈ അടുക്കള പണി, വീട് വൃത്തിയാക്കല്, അതുപോലെയുള്ള ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള എല്ലാ പണിയും സ്ത്രീകളുടെ ഒരു മാത്രം ജോലിയാണ്. അല്ലെങ്കിൽ അത് അവരുടെ കുത്തകയാണെന്ന് പറയാൻ പറ്റില്ല, ഇഷ്ടപ്പെട്ടിട്ടല്ലല്ലോ ചെയ്യുന്നത്. പക്ഷെ സ്ത്രീകളുടെ മാത്രം ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് സമൂഹം കണ്ടിരുന്നത്. കൾച്ചറിൽ അങ്ങനെയായിരുന്നു. കാരണം പണ്ട് കാലത്ത് അങ്ങനെയാണ്, സ്ത്രീകൾ പുറത്തുപോയി ജോലി ചെയ്യുന്നില്ല, അപ്പൊ അവരകത്ത് ചെയ്യും, പുറത്തുപോയി പുരുഷന്മാർ ചെയ്യും. അങ്ങനെ ഒരു ജെൻഡർ ഈക്വാലിറ്റിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ട്. അത് ഏത് തലമുറയാണെങ്കിലും. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന ഒരു ഫാമിലി കോൺസെപ്റ്റിലേക്കൊക്കെ വന്നിട്ട് ഈ പറയുന്ന വലിയ വർഷങ്ങളൊന്നും ആയിട്ടില്ല. അതിന് മുമ്പുള്ള കേരളത്തിന്റെ ചരിത്രമൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, വീണ്ടും ഒരു 50 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കേരളത്തിന്റെ ആ ഒരു ഫാമിലി കോൺസെപ്റ്റ് മാറുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് കുറെ കഴിയുമ്പോൾ ഇതൊന്ന് എക്സസൈസ് ചെയ്ത് കുറച്ച് വരുമ്പോൾ വേണമെങ്കിൽ തിരിച്ചു വരാനും സാധ്യതയുണ്ട്. കാരണം അന്നത്തെ ആ ഒരു ഫാമിലി ബോണ്ടിങ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളായത്. അത് കുറയും തോറും കുറച്ച് കഴിയുമ്പോൾ ഒരു അരക്ഷിതാവസ്ഥ വരുമല്ലോ. ആ ഒരു അരക്ഷിതാവസ്ഥയുടെ സ്റ്റേജ് ഇപ്പോഴുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം എന്താ വെച്ചാൽ, ഞാൻ അടുത്ത ദിവസം ഒരു മാഗസിനിൽ വായിച്ചതെന്താണെന്ന് വെച്ചാൽ 70% വരുന്ന മലയാളികൾക്കും കൗൺസിലിംഗ് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലാണ് ആ പഠനം പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താ പ്രതികരിക്കാനുള്ളത്? അതിനെക്കുറിച്ച് 70% അല്ല, ഞാൻ ഉൾപ്പെടെ, സിബിയും ഉൾപ്പെടെ സകല മനുഷ്യർക്കും ആവശ്യമുള്ളതാണ് കൗൺസിലിംഗ്. ഇപ്പൊ ഇതെന്താന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ കൗൺസിലിംഗ് എന്നുള്ളതിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആളുകൾ വിചാരിക്കുന്ന മാനസിക രോഗം കൊണ്ടാണെന്നാണ്. പക്ഷെ ഇപ്പോൾ നമ്മളുടെ അടുത്ത് കുറച്ചൊക്കെ സിറ്റുവേഷൻ മാറി. ഇപ്പൊ നമ്മളുടെ അടുത്ത് ബിസിനസ്സുകാരും
ഒക്കെ വരുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട് ഫോർ സ്റ്റഡി സപ്പോർട്ട്, അതായത് ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ, കുറച്ചുകൂടെ നന്നായിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ, ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കാൻ പറ്റാത്തപ്പോൾ അതൊന്നും മാനസിക രോഗമൊന്നും അല്ല അത്. അതിനൊക്കെ കൗൺസിലിംഗ് ഉപകാരപ്പെടുന്നുണ്ട്. ഈ തെറപ്പി എന്ന് പറഞ്ഞാൽ ഹീലിംഗ് മാത്രമല്ല, ഒരു അൺലോക്കിംഗ് പൊട്ടൻഷ്യൽസ് എന്ന് പറയുന്ന ഒരു മാനവും കൂടി ഉണ്ട് അതിന്. നമ്മളുടെ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ, ഏറ്റവും റിഫൈൻഡ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു മുഖാന്തരം കൂടിയാണ് ഈ കൗൺസിലിംഗ്. എനിക്കൊന്നും ഇപ്പോൾ ഈ ഹിപ്നോട്ടിസത്തിലൂടെയൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന മുറിവുകളെ എല്ലാം വാഷ് ചെയ്തതിന് ശേഷം ഒരു ഫ്രഷ് മൈൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ? അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പോകാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്ന, ഞങ്ങളുടെ സെന്ററിൽ ചെയ്യുന്ന ഒരു രീതി അവരവർ തന്നെ അവരവരെ ഹീൽ ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ്, അതിനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ 1 കിലോ മീൻ മേടിച്ചു കൊടുക്കുന്നതും മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ആ ഒരു രീതിയിൽ അവർ ഹീൽഡായി, അവർ സെറ്റിലായി കഴിയുമ്പോൾ പിന്നീട് അവർക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, നമ്മുടെ ആവശ്യമില്ല. സൈക്ലിംഗ് പഠിപ്പിക്കുന്നത് പോലെയാ. പഠിപ്പിക്കുന്ന ആൾക്ക് പിന്നെ അത് അൺലേൺ ചെയ്യാൻ പറ്റുമോ? പഠിക്കുന്ന ആൾക്കും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ സിസ്റ്റത്തിൽ ഓർഗാനിക് ആയിട്ട് വരും. അതാണ് വ്യത്യാസം. സിബി ആണ് കൗൺസിലിംഗ്. സിബി എന്താണ്? ഒരു ബെറ്റർ വേർഷൻ ഓഫ് സിബി. നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നത് മാത്രം. നമ്മൾ ഓപ്ഷൻസ് അല്ല, അതിന് സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ഒരു സൊല്യൂഷൻ. നമ്മളൊരു സൊല്യൂഷൻ പാക്കേജും കൊടുക്കുന്നില്ല. ഒരു സൊല്യൂഷൻ പാക്കേജോ കുറെ അഡ്വൈസോ ഒന്നും കൊടുക്കുന്നില്ല. അതല്ലാതെ തന്നെ അവരിൽ തന്നെ വർക്ക് ചെയ്ത് അവരിൽ തന്നെയാണ് അത് ഓർഗാനിക്കായിട്ട്, നമ്മളൊരു ചെടി വളരുന്നത് പോലെ അവരെ തന്നെ വളർത്തുക ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റം. ഈ പൊതുസമൂഹത്തോട് പറയാനുള്ളത് എന്താണ്? കാരണം കുട്ടികളോടും അതോടൊപ്പം തന്നെ ബിസിനസ്സുകാരോടും ഒക്കെ പൊതുവായിട്ട് ഒരു ഉപദേശം എന്താണ് നൽകാറുള്ളത്? ഉപദേശമല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റെന്തിനേക്കാളും പണം, പ്രശസ്തി, വിദ്യാഭ്യാസം എന്തിനേക്കാളും വലുതാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ, ഒരു ജീവിതം. അത് ആരുടെയും ആയിക്കോട്ടെ, ഒരു ജീവിതത്തെക്കാൾ വലുത് വേറെ ഒന്നുമില്ല. ആ ഒരു കോൺസെപ്റ്റ്, അത് എത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും തെറ്റ് ചെയ്തയാളാണെങ്കിലും ചെയ്യാത്തയാളാണ്, ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റിലും കൂടെയാണ് പറയുന്നത്. ഒരു കൾപ്രിറ്റ് ആണെങ്കിലും തെറ്റുകാരനാണെങ്കിലും അല്ലെങ്കിലും ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ഓണർ ചെയ്യാൻ പഠിപ്പിക്കുക, ബഹുമാനിക്കാൻ പഠിപ്പിക്കുക, അവൻ്റെ ജീവനെ ബഹുമാനിക്കുക, അവൻ്റെ ജീവിതത്തെ ബഹുമാനിക്കുക. നിയമവും കാര്യങ്ങളെല്ലാം അതിന്റെ മുറയ്ക്ക് തന്നെ പോയിക്കോട്ടെ, ഒന്നും വേണ്ട. ലോ ആൻഡ് ഓർഡർ എല്ലാം എൻഫോഴ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അപ്പോഴും അധികാരത്തിലിരിക്കുന്നവരാണെങ്കിലും ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിലും അത് ആ ഒരു കോൺസെപ്റ്റ് അത് നന്നേ ഒരു കുഞ്ഞില് കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ സമൂഹം എത്രയോ വ്യത്യാസം വരും. ഏതെങ്കിലും ആൽഫ മാത്യു മേഡം ഇവിടെ മൂവാറ്റുപുഴയ്ക്ക് അടുത്താണ് കൗൺസിലിംഗ് സെന്റർ ഉള്ളത്. ഏതൊക്കെയാലും ഈ വീഡിയോയുടെ താഴെ തന്നെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതാണ്. കുട്ടികളായിക്കൊള്ളട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ, യുവാക്കളായിക്കൊള്ളട്ടെ, യുവതികളായിക്കൊള്ളട്ടെ, ആർക്കെങ്കിലും ഒക്കെ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഇത്രയും വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.